ഹായ് ഫ്രണ്ട്സ്, ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ നമുക്കിന്ന് പഠിക്കാം. മൗലികാവകാശങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യ സോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇതിനെ നമുക്കൊന്ന് വിശദമായി പഠിക്കേണ്ടതുണ്ട്. രണ്ട് ക്ലാസ്സുകൾ കൂടി വേണ്ടി വരും. ഇപ്പോൾ ഭരണഘടനയിൽ നിന്നുള്ള മുന്നത്തെ ക്ലാസ്സുകൾ കൂടി കാണുക. പ്ലേലിസ്റ്റിൽ പോയാൽ മതി, അവിടെ നിങ്ങൾക്കത് കിട്ടും. കൂടാതെ ഇതിൽ നിന്നുള്ള എക്സാമുകൾ ഉണ്ടാവും, ക്വിസുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ PDF-കളും ഉണ്ടാവും. അതൊക്കെ വീഡിയോ ഇട്ട് 1, 2, 3 ദിവസത്തിനുള്ളിൽ നിങ്ങളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആ എക്സാമുകളൊക്കെ തന്നെ വരും. അപ്പോൾ എക്സാമുകൾ, ക്വിസുകൾ, ഇതിൻ്റെ വിശദമായ നോട്ടുകൾ എല്ലാം കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ടെലിഗ്രാം ചാനലും ആപ്പും ഡൗൺലോഡ് ചെയ്യുക. ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് രഘുനന്ദൻ MV. വിൻഡോജുവിൻ്റെ ഈ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ആരെങ്കിലും ഈ വീഡിയോ പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ലഭിക്കും. നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഇപ്പം മൗലികാവകാശങ്ങൾ അടിസ്ഥാന വിവരങ്ങളാണ് പോകുന്നത്. ഭരണഘടനയിലെ സ്ഥാനം ഭാഗം 3 ആണ്. ഭരണഘടനയിലെ സ്ഥാനം ഏതാണ്? ഭാഗം 3 ആണ്. ഭാഗം 2 പൗരത്വം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഏത് മുതൽ ഏത് വരെയാണ്? 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിളാണ്. അതിൽ 5, 6, 7, 8, 9, 10, 11 ഒക്കെ തന്നെ പ്രധാനമാണ്. ക്ലാസ് നമുക്ക് പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് പോയാൽ കിട്ടും. കടമെടുത്ത രാജ്യം അമേരിക്കയാണ്. അപ്പോൾ ആമുഖത്തിൻ്റെ ക്ലാസ് കഴിഞ്ഞു. ആമുഖം കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ്. ആമുഖം എന്ന് പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ആമുഖമായി മാറുന്നത്. 1946 ഡിസംബർ 13 ആമുഖം ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത്. ഇതൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. 1947 ജനുവരി 22 ആമുഖം അംഗീകരിക്കപ്പെടുന്നത്. ഓക്കെ, പ്രധാന സവിശേഷതകൾ. ഈ മൗലികാവകാശങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത അത് ജസ്റ്റിഫയബിൾ ആണ്, ന്യായവാദാർഹമാണ്. എന്താണ് ജസ്റ്റിഫയബിൾ എന്ന് പറഞ്ഞാൽ, നമുക്ക് സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ പോയാൽ നമുക്ക് അതെന്ത് ചെയ്യും? അവിടെ നമുക്ക് മൗലികാവകാശങ്ങൾ സംരക്ഷിച്ചു കിട്ടും. അതുകൊണ്ട് തന്നെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് പറയുന്നത് ആരാണ്? മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. എന്നാൽ മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷകനോ മനുഷ്യാവകാശ കമ്മീഷനാണ്. ഇത് രണ്ടും PSC പരീക്ഷയ്ക്ക് വരാറുള്ളതാണ്. അപ്പോൾ ആമുഖം ഭാഗം 3 ഏതു മുതൽ ഏതു വരെയുള്ള ഭാഗമാണ് ആമുഖത്തിൽ വരുന്നത്? ആമുഖത്തിൽ ഭാഗം 12 മുതൽ 35 വരെയുള്ള ഭാഗമാണ് വരുന്നത്. ആമുഖത്തിൽ വരുന്ന ഭാഗം ഏതാണ്? ഭാഗം 12 മുതൽ 35 വരെ. അതിൽ രാജ്യം ഏതാണ്? കടമെടുത്ത രാജ്യം ഏതാണ്? അമേരിക്കയാണ്. അപ്പോൾ പ്രധാന സവിശേഷതകൾ അത് ന്യായവാദാർഹമാണ്, ജസ്റ്റിഫയബിൾ ആണ്. എന്നാൽ ജസ്റ്റിഫയബിൾ അല്ല ഏതാണത്? നിർദ്ദേശക തത്വങ്ങൾ. ഭാഗം 4 നിർദ്ദേശക തത്വങ്ങൾ ജസ്റ്റിഫയബിൾ അല്ല, ന്യായവാദാർഹമല്ല. അപ്പോൾ അതിൻ്റെ സംരക്ഷകൻ സുപ്രീം കോടതിയാണ്. ആ സുപ്രീം കോടതി അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. 5 ഉണ്ട്. നമുക്ക് വിശദമായി പിന്നീട് പഠിക്കാം ഏതെല്ലാമാണ് ആ റിട്ടുകൾ എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് വിശദമായി പഠിക്കാം. പക്ഷേ നമ്മൾ PYQ സീരീസിൽ ആ റിട്ടുകൾ ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം താഴെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് ആർക്ക്? മൗലികാവകാശങ്ങളിൽ മാത്രമല്ല, ഭരണഘടനയിൽ തന്നെ ഭേദഗതി വരുത്താൻ ഒരാൾക്കേ അവകാശമുള്ളൂ. അത് പാർലമെൻറ്റിനാണ്. ആർക്കാണ്? പാർലമെൻറ്റിനാണ്. മൗലികാവകാശങ്ങൾ മാത്രമല്ല, ഏതിലും ഭേദഗതി വരുത്താനുള്ള അവകാശമുള്ളൂ. ഭേദഗതി കഴിഞ്ഞ ക്ലാസ് നമ്മൾ കഴിഞ്ഞിരിക്കുന്നു, അതിൽ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. മൗലികാവകാശങ്ങളുടെ പ്രധാന തത്വങ്ങളപ്പോൾ ഭേദഗതി അധികാരം പാർലമെൻറ്റിനാണ്. എന്നാൽ മൗലികാവകാശങ്ങളെ ഭേദഗതി ചെയ്യുമ്പോൾ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ബാധിക്കാത്ത തരത്തിൽ മൗലികാവകാശങ്ങളെ ഭേദഗതി ചെയ്യാൻ സാധിക്കുള്ളൂ. മൗലികാവകാശങ്ങൾ നിങ്ങൾക്ക് ഭേദഗതി ചെയ്യാം, പക്ഷേ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ബാധിക്കാത്ത തരത്തിൽ ആണ് ഭേദഗതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മൗലികാവകാശങ്ങളെ ഭേദഗതി ചെയ്യാൻ സാധിക്കുള്ളൂ. ഇത് ഭരണഘടനയെ മൊത്തം അങ്ങനെയേ ഭേദഗതി ചെയ്യാൻ സാധിക്കൂ. ഓക്കെ, ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ എവിടെയാണ്? അടിസ്ഥാന ഘടനയല്ല ഞാൻ പറയണത്, അടിസ്ഥാന തത്വങ്ങൾ അത് ആമുഖത്തിലാണ് എന്ന് നിരീക്ഷിച്ചത് ഏത് കേസിലാണ്? കേശവാനന്ദ ഭാരതി കേസിലാണ്. ഇങ്ങനെ വിശദമായി നിങ്ങൾ അറിഞ്ഞു പോകണം. ഭരണഘടന കുറച്ചേ പഠിക്കാനുള്ളൂ. അപ്പോൾ അത് നല്ല വിശദമായിട്ട് ഒക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. നിഷ്പ്രഭമാകുന്ന സമയം, ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ നിഷ്പ്രഭമാകുന്ന സമയം 2 സമയങ്ങളിലാണ്. ഒന്നേതാണ്? അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നു. അടിയന്തരാവസ്ഥ സമയത്താണ്.
ഇപ്പം ഇന്ത്യൻ പൗരൻ്റെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റേത്? PSCക്ക് വന്ന ചോദ്യമാണ്. മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ്. ശരിയാണ്, മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടന തന്നെയാണ്. മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്താൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. ഗവൺമെൻറ്റിൻ്റെ ഒരു ഘടകവും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ പാടുള്ളതല്ല. മൗലികാവകാശങ്ങൾ ന്യായവാദാർഹമല്ല. ഇതിൽ മൗലികാവകാശങ്ങൾ ന്യായവാദാർഹമല്ല എന്നുള്ള ഭാഗമാണ് തെറ്റ്. മൗലികാവകാശങ്ങൾ ന്യായവാദാർഹമാണ്. മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ സമീപിക്കാം. സുപ്രീം കോടതി, ഹൈക്കോടതി മുതലായവ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് എന്തെന്ന് പറയുന്നത്? റിട്ടുകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ ആ പോയിന്റ്? എന്താണ് റിട്ടുകൾ എന്നുള്ളത്? റിട്ടുകൾ 5 തരമാണ്. ഹേബിയസ് കോർപ്പസ്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ അന്യായമായി നിങ്ങൾ ഒരാളെ തടങ്കലിൽ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഒരാൾ തടങ്കലിൽ വെച്ചിട്ടുണ്ട്. അത് ഗവൺമെൻറ് ആകട്ടെ വ്യക്തിയാകട്ടെ. അപ്പം നിങ്ങളോട് ബന്ധപ്പെട്ട ഒരാൾക്ക് നിങ്ങളെ ഹാജരാക്കണം, ആ തടവിൽ നിന്ന് മോചിപ്പിക്കണം എന്ന് പറഞ്ഞ് ഹൈക്കോടതിയെയോ സുപ്രീം കോടതിയെയോ സമീപിക്കാം. അങ്ങനെ സമീപിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളെ ഹാജരാക്കുക, ശരീരം ഹാജരാക്കുക എന്ന അർത്ഥത്തിൽ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. അങ്ങനെ മൻഡാമസ് ഉണ്ട്, സെർഷിയോറി ഉണ്ട്, അങ്ങനെ 5 റിട്ടുകളുണ്ട്. ആ റിട്ടുകളുടെ ഭാഗത്ത് നമുക്ക് വിശദമായി പഠിക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ PYQ സീരീസ് കാണുക. അതിലെല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. മൗലികാവകാശങ്ങൾ ന്യായവാദാർഹമാണ്. എവിടെയൊക്കെ പോവാം? സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും പോവാം. അപ്പം മറ്റ് അവകാശങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് സുപ്രീം കോടതിയിൽ പോകാൻ പറ്റില്ല. നിയമാവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് നേരിട്ട് സുപ്രീം കോടതിയിൽ പോകാൻ പറ്റില്ല. അത് ഒരുപാട് കോടതികൾ കയറിയിട്ടേ പോകാൻ പറ്റുള്ളൂ. എന്നാൽ നിയമാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഹൈക്കോടതിയെ സമീപിക്കാം. അതാണ്, ഹൈക്കോടതിക്ക് വേണമെങ്കിൽ അത്തരം കാര്യങ്ങളുടെ കാര്യത്തിൽ സുപ്രീം കോടതിയേക്കാൾ കുറച്ചുകൂടി അധികാരമുണ്ട്. മൗലികാവകാശങ്ങൾക്കും നിയമാവകാശങ്ങൾക്കും വേണ്ടി നമുക്ക് ഹൈക്കോടതിയെ സമീപിക്കാം. എന്നാൽ ഹൈക്കോടതിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നിരസിക്കാം നിങ്ങളുടെ അതിനെ. പക്ഷേ സുപ്രീം കോടതിക്ക് മൗലികാവകാശങ്ങളുടെ മുകളിലുള്ള ഒരപേക്ഷ പോലും, അവിടെ വരുന്ന ഒരു കാര്യം പോലും നിഷേധിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിക്ക് ഈ അധികാരം കിട്ടിയിട്ടുള്ളത് ആർട്ടിക്കിൾ 32 ആർട്ടിക്കിൾ 32 എന്ന് പറഞ്ഞാൽ മൗലികാവകാശങ്ങളിൽ ഒന്നാണ്. എത്ര മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ? 7 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് 44-ാം ഭരണഘടനാ ഭേദഗതി, ഏതാണ് ആ ഭരണഘടനാ ഭേദഗതി? 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലികാവകാശമല്ലാതായി മാറി. ഇപ്പോൾ സ്വത്തവകാശം എന്തവകാശമാണ്? നിയമാവകാശമാണ്. ഇപ്പോൾ സ്വത്തവകാശം നിയമാവകാശമാണ്. അപ്പോൾ സ്വത്തവകാശം എന്തായിട്ട് മാറി? നിയമാവകാശമായിട്ട് മാറി. അപ്പോൾ 7 എന്നുള്ളത് എന്തായിട്ട് മാറി? 6 ആയിട്ട് മാറി. ഏതാണ് ഭരണഘടനാ ഭേദഗതി? 44 ആരാണ് പ്രധാനമന്ത്രി? മൊറാർജി ദേശായിയാണ്. ഓർക്കുക, അത് ചോദിക്കാറുണ്ട്. അപ്പം മൗലികാവകാശങ്ങൾ ന്യായവാദാർഹമല്ല. മൗലികാവകാശങ്ങളുടെ എണ്ണം ഭരണഘടന നിലവിൽ വന്നപ്പോൾ 7, നിലവിലുള്ളത് 6. ഏതാണ് പോയത്? സ്വത്തവകാശം. ഏതാണ് ഭരണഘടനാ ഭേദഗതി? 44. ഏതാണ് പ്രധാനമന്ത്രി? അന്നത്തെ മൊറാർജി ദേശായി. ഓക്കെ, ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലികാവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്? 6 എണ്ണാണ്. അതിലൊന്നാണ് ആർട്ടിക്കിൾ 32-ൽപ്പെട്ട ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. 5 അവകാശങ്ങളുണ്ട് നമുക്ക്. ആ അവകാശങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിഷേധിക്കപ്പെട്ടാൽ അതിന് പരിഹാരമുണ്ട്. അതാണ് 6ാമത്തെ അവകാശം. അത് ആർട്ടിക്കിൾ 32 ആ ആർട്ടിക്കിൾ 32 വഴിയാണ്, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം വഴിയാണ് മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് സുപ്രീം കോടതിയിൽ പോകാമെന്നായത്. ക്ലിയർ ആണല്ലോ ആർട്ടിക്കിൾ 32. ഓക്കെ, മൗലികാവകാശങ്ങളുടെ വിശേഷണങ്ങൾ. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളാണ്. മറന്നുപോകണ്ട, ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്താണ്? മൗലികാവകാശങ്ങളാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകല്ല്, ഇന്ത്യൻ ഭരണഘടനയുടെ ആളിക്കല്ല്. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് ഏതിനെയാണ്? അത് ഭരണഘടനയുടെ ആമുഖത്തെയാണ്. ആമുഖം വരുന്നത് ഭാഗം 1-ലാണ്. ആമുഖം കടമെടുത്തിട്ടുള്ളതും USA-യിൽ നിന്നാണ്. മൗലികാവകാശങ്ങൾ കടമെടുത്തിട്ടുള്ളതും USA-യിൽ നിന്നാണ്. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിട്ടുള്ളത് അയർലൻഡിൽ നിന്നാണ്. നിർദ്ദേശക തത്വങ്ങൾ
അയർലൻഡിൽ നിന്നാണ്. എന്നാൽ ഓർക്കുക, മൗലിക കർത്തവ്യങ്ങൾ ഭാഗം 4A ഉൾപ്പെട്ടത് അത് കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ്. ഓക്കെ, ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് മൗലികാവകാശങ്ങളെയാണ്. മൗലികാവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലികാവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേലാണ്, അല്ലേ? സർദാർ വല്ലഭായ് പട്ടേലിനെ ഓർക്കുമ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയാണ്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലയുണ്ടായിരുന്നു. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പ്രധാന പങ്ക് വഹിച്ച ആളാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനൊപ്പം വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച മറ്റൊരാളുണ്ട്. അതാരാണ്? VPK മേനോൻ, വാപ്പാല പങ്കുണ്ണി മേനോൻ, ഒറ്റപ്പാലത്തുകാരൻ. ഒറ്റപ്പാലമാണെന്ന് ഓർക്കണം, ഓർത്തിരിക്കണം. അദ്ദേഹത്തിന്റെ പുസ്തകം ചോദിക്കാറുണ്ട്, ദ ട്രാൻസിഷൻ ഓഫ് പവർ ഇൻ ഇന്ത്യ. ദ ട്രാൻസിഷൻ ഓഫ് പവർ ഇൻ ഇന്ത്യ, അതും കൂടി നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പം മൗലികാവകാശങ്ങളുടെ ശില്പി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പം ഭരണഘടനയുമായി ഓർക്കേണ്ടത് ആമുഖത്തിന്റെ ശില്പി, ആമുഖം രചിച്ചത് ആരാണ്? ആമുഖം രചിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? ആമുഖമായിട്ട് മാറുന്നത്. അപ്പോൾ ആ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച തീയതി ചോദിക്കാറുണ്ട്. അത് 1946 ഡിസംബർ 13-നാണ്. 1946 ഡിസംബർ 13-നാണ് മൗലികാവകാശങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത്. അത് അംഗീകരിച്ച തീയതി 1947 ജനുവരി 22-ആണ്. അപ്പം മൗലികാവകാശങ്ങളുടെ ശില്പി അത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ആമുഖം രചിച്ചത്, ആമുഖം എഴുതിയത് ജവഹർലാൽ നെഹ്റുവാണ്. ലക്ഷ്യപ്രമേയം തന്നെയാണ് എന്തായിട്ട് മാറുന്നത്? ആമുഖമായിട്ട് മാറുന്നത്. എന്നാൽ ഭരണഘടനയുടെ ശില്പി അത് BR അംബേദ്കർ ആണ്. ഭരണഘടനയുടെ ശില്പി BR അംബേദ്കർ. മൗലികാവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രസിഡന്റായ ഏക കോൺഗ്രസ് സമ്മേളനം 1931 കറാച്ചി സമ്മേളനമാണ്. 1931 കറാച്ചി സമ്മേളനം. മൗലികാവകാശങ്ങളെക്കുറിച്ചും സാമ്പത്തിക നയത്തെക്കുറിച്ചും കോൺഗ്രസ് ആദ്യമായി പ്രമേയം പാസാക്കുമ്പോഴുള്ള പ്രസിഡന്റാണ്. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് ഓർക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് സർദാർ വല്ലഭായ് പട്ടേൽ. ആ സർദാർ വല്ലഭായ് പട്ടേൽ 1931 കറാച്ചിയിൽ മൗലികാവകാശങ്ങളെക്കുറിച്ച് ഉള്ള പ്രമേയം പാസാക്കുമ്പോഴുള്ള പ്രസിഡന്റാണ്. അഖിലേന്ത്യാ സർവീസിന്റെ പിതാവാണ്. നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ചതിൽ പ്രധാന പങ്കുവഹിച്ച ആളാണ്. ഇനി നമുക്കറിയാലോ, ഭരണഘടനയുടെ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിൾ, 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിൾ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ ഓരോ ആർട്ടിക്കിളും PSC പരീക്ഷയ്ക്ക് വരാറുണ്ട്. ഓരോ ആർട്ടിക്കിളും നമ്മൾ പഠിച്ചു പോയേ പറ്റൂ. അതിൽ അനുച്ഛേദം 14 നിയമത്തിന് മുന്നിൽ സമത്വം. അനുച്ഛേദം 14 നമുക്ക് നൽകുന്ന മൗലികാവകാശം എന്താണ്? നിയമത്തിന് മുന്നിൽ നാം എല്ലാവരും സമന്മാരാണ്. ഇപ്പം നിയമവാഴ്ചയുള്ള രാജ്യമാണ് ഇന്ത്യ. ആ നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. അല്ലാതെ രാജവാഴ്ചയല്ല, നിയമവാഴ്ചയാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ നൽകണം. എന്താണ് നിയമം? ആരാണ് നിയമം നിർമ്മിക്കുന്നത്? ഈ രാജ്യം എങ്ങനെ പോകണം, ഈ രാജ്യത്ത് നമ്മൾ എന്തിനനുസരിച്ച് ജീവിക്കണം എന്നുള്ളതാണ് നിയമം എന്ന് പറയുന്നത്. ഏറ്റവും പരമമായ നിയമം ഏതാണ്? ഏറ്റവും പരമമായ നിയമം ഭരണഘടനയാണ്. ഓർത്തിരിക്കണം, ഏറ്റവും പരമമായ നിയമം ഈ രാജ്യത്തെ ഏറ്റവും പരമമായ നിയമം ഭരണഘടനയാണ്. ആ ഭരണഘടനയാകട്ടെ നിയമങ്ങളാകട്ടെ ഒക്കെ ഭേദഗതി വരുത്താം. അങ്ങനെ ഭേദഗതി വരുത്താൻ ആർക്കാണ് അവകാശം? പാർലമെന്റിനാണ്. പാർലമെന്റിന്റെ പ്രധാന കർത്തവ്യം എന്താണ്? നിയമനിർമ്മാണമാണ്. പാർലമെന്റിലേക്ക് പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത് ആരാണ്? ജനങ്ങളാണ്. ഒന്നില്ലെങ്കിൽ പ്രത്യക്ഷമായി അല്ലെങ്കിൽ പരോക്ഷമായി. പ്രത്യക്ഷമായി അവർ അതിൻ്റെ അധോസഭയായ ലോകസഭയിലേക്കും, പരോക്ഷമായി അവർ തെരഞ്ഞെടുത്ത പ്രതിനിധികൾ എവിടേക്കും തെരഞ്ഞെടുക്കുന്നു? ഉപരിസഭയായ രാജ്യസഭയിലേക്കും തെരഞ്ഞെടുക്കുന്നു. അപ്പോൾ പാർലമെന്റിന്റെ 2 ഘടകങ്ങളാണ് ലോകസഭയും രാജ്യസഭയും. ദ്വിമണ്ഡലമാണ് നമ്മുടെ പാർലമെന്റ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാന കർത്തവ്യം നമ്മുടെ സംസ്ഥാന നിയമസഭയുടെയും പ്രധാന കർത്തവ്യം എന്ന് പറയുന്നത് നിയമനിർമ്മാണമാണ്, ലെജിസ്ലേച്ചറാണ്. ഓക്കെ, പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് ഈ പോയിന്റുകളൊക്കെ തന്നെ. അപ്പോൾ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. ആരാ നിയമം ഉണ്ടാക്കുന്നത്? ഏറ്റവും അടിസ്ഥാനമായി പറഞ്ഞാൽ ജനങ്ങൾ, അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ. എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ നൽകണം. എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ നൽകണം. ഇക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുന്നിൽ തുല്യരാണ് എന്ന് പറയുന്നത് ബ്രിട്ടനിൽ നിന്നാണ്.
അത് നെഗറ്റീവ് ആശയമാണ്. എന്താ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദാഹരിക്കുന്നത് പോലെ അല്ല. ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമത്തിന് മുന്നിൽ ആരെങ്കിലും മുകളിലോ താഴെയോ ഇല്ല, അതാണ് പറയുന്നത്. അല്ല എന്ന് പറയുന്നതാണ്. നിങ്ങൾ നിയമത്തിന് അതീതരല്ല, ആ തരത്തിലാണ് അത് നെഗറ്റീവായിട്ട് വരുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന നെഗറ്റീവ് അല്ല. എന്നാൽ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, പോസിറ്റീവ് ആശയം, എല്ലാവർക്കും എന്താണ് നിയമപരമായ സംരക്ഷണം. രണ്ട് ആശയങ്ങളാണ്. ഇക്വാലിറ്റി ബിഫോർ ലോ, അത്രയും ഞാൻ അതിലെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, നമ്മൾ അങ്ങനെ ചോദിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. പക്ഷേ ഇത് രണ്ടും ഓർത്തിരിക്കണം. ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഞാനിത് 10th ലെവൽ എക്സാമുകൾക്കാണ്, പക്ഷേ ഡിഗ്രിക്കും ഗുണകരമാണ്. നമുക്ക് കുറച്ച് ക്ലാസ് കൊണ്ട് തീർക്കുക എന്നുള്ളതുകൊണ്ട് തന്നെ ആ സ്കോപ്പിനനുസരിച്ചിട്ടേ ഞാൻ പറയൂ. ഇക്വാലിറ്റി ബിഫോർ ലോ ബ്രിട്ടനിൽ നിന്നാണ്, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ അമേരിക്കയിൽ നിന്നാണ്. ഇക്വാലിറ്റി ബിഫോർ ലോ ഇക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുന്നിൽ നിങ്ങൾ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്നത് ബ്രിട്ടനിൽ നിന്ന്, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്നത് അമേരിക്കയിൽ നിന്ന്. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിന്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന ഒരൊറ്റ പദവിയുണ്ട്. പക്ഷേ അത് ഇന്ത്യയിലെ 1ാമത്തെ പൗരനാണ്. അതാരാണ്? രാഷ്ട്രപതി. അപ്പോൾ ആർട്ടിക്കിൾ 14 എന്താണ്? ഇക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുന്നിൽ നിങ്ങൾ എല്ലാവരും തുല്യരാണ്. ബ്രിട്ടനിൽ നിന്നെടുത്ത ആശയമാണ്. ഈ ആശയത്തിന് ഒരു എക്സെപ്ഷൻ ഉണ്ട്. അത് ഇന്ത്യയിലെ പ്രഥമ പൗരനാണ്, അത് രാഷ്ട്രപതിയാണ്. അനുച്ഛേദം 14 ഇളവ് ലഭിക്കുന്നവർ രാഷ്ട്രപതിയാണ്. അത് അനുച്ഛേദം 361 പ്രകാരം സംസ്ഥാന ഗവർണർമാർക്കും ചില ഇളവുകളുണ്ട്. വിദേശ ഭരണാധികാരികളും നയതന്ത്ര പ്രതിനിധികളുമുണ്ട്. ഇവരെല്ലാം തന്നെ അനുച്ഛേദം 14 ഇളവ് ലഭിക്കുന്നവരാണ്. അപ്പം രാഷ്ട്രപതിയുണ്ട്, ഗവർണറുണ്ട്, വിദേശ ഭരണാധികാരികളുണ്ട്, നയതന്ത്ര പ്രതിനിധികളുണ്ട്. അനുച്ഛേദം 15, ഇപ്പം 14 ഇക്വാലിറ്റി ബിഫോർ ലോ ആണ്. അനുച്ഛേദം 15 എന്താണ്? അനുച്ഛേദം 15 സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന. അനുച്ഛേദം 15 15(1) മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം നിരോധിക്കുന്നു. വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം ഇതും ഭരണഘടന നൽകുന്നുണ്ട്. ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. ആർട്ടിക്കിൾ 15 എന്താണ്? വിവേചനം, അത് പാടില്ല. വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം അത് ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. എന്തെല്ലാം തരത്തിലുള്ള വിവേചനം ഉണ്ടാവാം? മതപരമായ വിവേചനം ഉണ്ടാവാം. ഈ രാജ്യത്ത് മതപരമായ വിവേചനം പാടില്ല. ഈ രാജ്യത്തിന് ഔദ്യോഗികമായൊരു മതമില്ല. എല്ലാ മതങ്ങളോടും തുല്യ സമീപനം, മതമില്ലാത്തവരോടും തുല്യ സമീപനം. വർഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഏത് വർഗത്തിൽപ്പെട്ടതാണ് എന്നുള്ള ചോദ്യമില്ല. ജാതിയുടെ അടിസ്ഥാനത്തിൽ, ലിംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സ്ത്രീ പുരുഷ അടിസ്ഥാനത്തിൽ, ജന്മസ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നും തന്നെ വിവേചനം നിരോധിക്കുന്നു. ഒരു വിവേചനവും ഇല്ല. ഇത് ആർട്ടിക്കിൾ 15 1 ആർട്ടിക്കിൾ 15 3 സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്നു. അവർക്കൊരു പ്രത്യേക പരിഗണന ഉണ്ട്, സ്ത്രീകൾക്കും കുട്ടികൾക്കും. അനുച്ഛേദം 15 6 മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് സാമ്പത്തികമായ പിന്നോക്കം നൽകുന്നു. എത്ര ശതമാനം സംവരണം? 10% സംവരണം. ഇത് ഏത് ഭേദഗതിയിലൂടെയാണ് വന്നത്? അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യൂ. ഓക്കെ, അപ്പോൾ 1 3 6 ഓർത്തിരിക്കേണ്ടത് 3 ഒന്നാമത്തേത് 15 1 എല്ലാ തരത്തിലുള്ള വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം. അത് കഴിഞ്ഞാൽ 3ാമത്തേത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരു പ്രത്യേക സംരക്ഷണം, അല്ലേ? ഇനി 6ാമത്തേത് മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം. മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അനുച്ഛേദം 15. ഇതൊക്കെ 10th ലെവൽ പ്രിലിംസിന് വന്നതാണ്. അനുച്ഛേദം 14. അപ്പം 14 ഓർത്തോളൂ. 14 എന്ന് പറയുന്നത് എന്താണ്? 14 എന്ന് പറയുന്നത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. 15 എന്ന് പറയുന്നത് വിവേചനവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു തരത്തിലുള്ള വിവേചനവും പാടില്ല. 1 15 1 3 സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക സംരക്ഷണം. 6 എന്താണ്? 6 എന്ന് പറയുന്നത് മറന്നുപോയോ? 6 എന്ന് പറയുന്നത് ഓർത്തിരിക്കുക, നല്ലവണ്ണം ഒരു പേപ്പർ നോട്ട് കൊടുത്തിരിക്കുക, ക്ലാസ്സിൽ മെല്ലെ കുറിച്ച് വെക്കുക. ഇത് കഴിഞ്ഞാൽ 1-2 ദിവസത്തിനകത്തിൻ്റെ നോട്ട് കിട്ടും. ആ നോട്ട് നോക്കി അതിലെന്താണ് കറക്ഷൻ നോക്കുക. അത് കഴിഞ്ഞാൽ നിന്നുള്ള എക്സാം കിട്ടും.
അങ്ങനെ കംപ്ലീറ്റ് പാക്കേജാണ് നമ്മൾ തരുന്ന ഒരു യൂട്യൂബ് വീഡിയോൻ്റെ ഒപ്പം നിങ്ങൾക്ക് കിട്ടുക. അതാത് ദിവസം നൽകിയിരുന്നു സാധിക്കുന്നില്ല, അതുകൊണ്ടാണ് ഈ 1-2 ദിവസത്തിനുള്ളിൽ തരാമെന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം 6 എന്ന് പറയുന്നത് ഓർക്കുക, 15-ൽ 6 എന്ന് പറയുന്നത് എന്താണ്? 15-ൽ 6 മറക്കണ്ട. 15-ൽ 6 സാമ്പത്തിക സംവരണവുമായി ബന്ധപ്പെട്ടതാണ്. ചോദിക്കും, മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള 10% സംവരണം. ഓക്കെ, അനുച്ഛേദം 16 അവസര സമത്വം. ഒന്നുകൂടി ഓർക്കുക, 14 നിയമപരമായ തുല്യത, എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. 15 വിവേചനം, 16 സമത്വം. എന്ത് സമത്വം? അവസര സമത്വം. മതം, വർഗം, ജാതി, ലിംഗം, പിന്തുടർച്ച, ജന്മസ്ഥലം, വാസസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ പൊതു നിയമനങ്ങളിൽ വിവേചനം നിരോധിക്കുന്നു. പ്രത്യേക വ്യവസ്ഥകൾ. അനുച്ഛേദം 16-ൽ 3 വീണ്ടും 3 വന്നു. വാസസ്ഥലം പാർലമെന്റിനു മാനദണ്ഡമായി പരിഗണിക്കാം. പാർലമെന്റിലേക്കുള്ള ഇതിൽ വാസസ്ഥലം പരിഗണിക്കാം. 16-ൽ 4 പിന്നോക്ക സമുദായത്തിനായി തൊഴിൽ സംവരണം ഏർപ്പെടുത്തും. 16-ൽ 5 ചില പ്രത്യേക മതവിഭാഗങ്ങൾക്കായി മതസ്ഥാപനങ്ങളിലും സംവരണം ഏർപ്പെടുത്തും. നോക്കൂ, ഈ 16 അവസര സമത്വം പറയുന്നുണ്ട്. ചില എക്സെപ്ഷൻസ് വാസസ്ഥലം പാർലമെന്റിന് മാനദണ്ഡമായി പരിഗണിക്കും, മണ്ഡലവുമായി ബന്ധപ്പെട്ട് പരിഗണിക്കും. 16-ൽ 4 പിന്നോക്ക സമുദായത്തിനായി തൊഴിൽ സംവരണം ഏർപ്പെടുത്തും. 16-ൽ 5 ചില പ്രത്യേക മതവിഭാഗങ്ങൾക്കായി മതസ്ഥാപനങ്ങളിലും സംവരണം ഏർപ്പെടുത്തും. ഇപ്പൊ പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ്. അവസര സമത്വം എന്ന് വരുമ്പോൾ അവിടെ പറയുന്നുണ്ട് 16-ാമത്തത് ഏതാണ്? അവസര സമത്വം. ഇപ്പൊ പൊതു നിയമനങ്ങളിലും അവസര സമത്വമുണ്ട്, അത് അനുച്ഛേദം 16-ആണ്. ഇപ്പൊ 14 എന്താണ്? നിയമത്തിന് മുന്നിൽ തുല്യരാണ്. 15 എന്താണ്? വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം. 16 അവസര സമത്വം. ഇനി മണ്ഡൽ കമ്മീഷൻ, 2ാം പിന്നോക്ക സമുദായ കമ്മീഷൻ നിയമിച്ചത് മൊറാർജി ദേശായി. മൊറാർജി ദേശായി ഓർക്കുമ്പോൾ 2 കാര്യങ്ങൾ ഓർക്കുക. 44-ാം ഭരണഘടനാ ഭേദഗതി മൊറാർജി ദേശായിയുടെ കാലത്താണ്. സ്വത്തവകാശം എന്തിൽ നിന്ന് നീക്കം ചെയ്തു? അത് മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തു. 2ാമത്തേത്, ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി. ആദ്യത്തെ കോൺഗ്രസ്സുകാരനല്ലാത്ത പ്രധാനമന്ത്രി. അതുവരെയും പ്രധാനമന്ത്രിമാർ കോൺഗ്രസ്സുകാരായിരുന്നു. മൊറാർജി ദേശായിയാണ്. മറ്റൊരു കാര്യം അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കേണ്ടത് ഇതാണ്. അതെന്താണ്? മണ്ഡൽ കമ്മീഷൻ, 2ാം പിന്നോക്ക സമുദായ കമ്മീഷൻ, അതിനെ നിയമിച്ചത് മൊറാർജി ദേശായിയാണ്. അതിൻ്റെ ചെയർമാൻ BP മണ്ഡലാണ്. സാമൂഹികപരമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തെ കണ്ടെത്തി അവരുടെ ഉന്നമനത്തിനായുള്ള മാർഗങ്ങൾ ശുപാർശ ചെയ്യുക. റിപ്പോർട്ട് സമർപ്പിച്ചത് 1980-ലാണ്. 1ാം പിന്നോക്ക സമുദായ കമ്മീഷനാണ് കാക്കലേക്കർ കമ്മീഷൻ. 1953-ലാണ്. അനുച്ഛേദം 340 പ്രകാരം രൂപീകൃതമാണ്. അപ്പൊ 2 കമ്മീഷനുകളെ കുറിച്ച് പഠിച്ചു നിങ്ങൾ. ഒന്ന് മണ്ഡൽ കമ്മീഷൻ, അംഗീകരിച്ചത് 1980-ൽ മൊറാർജി ദേശായിയുടെ കാലത്ത്. മണ്ഡൽ തന്നെയാണ് അതിൻ്റെ കമ്മീഷൻ ചെയർമാൻ. മറ്റൊന്ന് കാക്കലേക്കർ കമ്മീഷനാണ്, അത് 1953-ലാണ്. അനുച്ഛേദം 17 മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനാ ആർട്ടിക്കിളാണ് അനുച്ഛേദം 17. അയിത്ത നിർമ്മാർജ്ജനം ഓർക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് കേരളത്തിൽ നിന്നുള്ള മാധവനെ ഓർക്കണം. കോൺഗ്രസിന്റെ കാക്കിനാട സമ്മേളനത്തിൽ ഐത്തോച്ചാടന പ്രമേയം ആദ്യമായി അവതരിപ്പിച്ചത് മാധവനാണ്. കോൺഗ്രസിന്റെ കാക്കിനാട സമ്മേളനത്തിൽ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചത് ഒരു മലയാളിയാണ്, മാധവനാണ്. അദ്ദേഹം തന്നെയാണ് 1924-ൽ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ആ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്. എന്തിനായിരുന്നു വൈക്കം സത്യാഗ്രഹം? അമ്പലത്തിൽ കയറാൻ വേണ്ടിയിട്ടാണോ? അല്ല, പൊതുവഴിയിലൂടെ എല്ലാവർക്കും സഞ്ചരിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടായിരുന്നു. 1924 വൈക്കം സത്യാഗ്രഹം 2024-ൽ 100 വർഷം പൂർത്തിയാക്കിയത് കൊണ്ട് തന്നെ PSC പരീക്ഷകൾക്ക് അത് ധാരാളം ചോദിക്കാൻ സാധ്യതയുണ്ട്. ആ ഐത്തോച്ചാടന പ്രമേയം പിന്നീട് പാസ്സാക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സഭ, അത് ഗാന്ധിജിക്ക് ജയ്, മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പാണ്. പ്രധാന വ്യവസ്ഥ ഐത്താചാരണം ശിക്ഷാർഹമായി കൃത്യമായി പ്രഖ്യാപിക്കുന്നു.
അപ്പൊ ആർട്ടിക്കിൾ 14 ഓർക്കുക, ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. ആർട്ടിക്കിൾ 15 അതെന്താണ് പറയുന്നത്? വിവേചനവുമായി ബന്ധപ്പെട്ടതാണ്, വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം. ആർട്ടിക്കിൾ 16 എന്താ പറയുന്നത്? അവസര സമത്വം. ആർട്ടിക്കിൾ 17 അയിത്തം നിരോധിച്ചിരിക്കുന്നു. തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടുള്ള ഭരണഘടന ആർട്ടിക്കിൾ 17 ഒക്കെ ചോദിച്ചതാണ്. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏത്? അയിത്ത നിർമ്മാർജ്ജനം. അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1955 ആണ്. 1955 മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. പൗരത്വ നിയമം നിലവിൽ വന്ന വർഷവും 1955 പൗരത്വ നിയമം 1955. പൗരത്വവുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ 5 മുതൽ 11 വരെ. 5 × 11 55. ആ 5-ന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. പൗരത്വം ആർജിക്കാൻ 5 വഴികളുണ്ട്. പൗരത്വം ആർജിക്കാൻ 5 വഴികൾ. പൗരത്വവുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ 5 മുതൽ 11 വരെ. ആ 5 × 11 കൊണ്ട് ഗുണിച്ചാൽ 55. ഇവിടെ നോക്കൂ, അയിത്ത നിരോധന നിയമം അതും 1955 ആണ്. നിലവിലെ പേര് സിവിൽ അവകാശ സംരക്ഷണ നിയമം. നിലവിൽ അതിന് നിയമത്തിന്റെ പേര് സിവിൽ അവകാശ സംരക്ഷണ നിയമം എന്നാണ്. പഴയ പേര് അൺടച്ചബിലിറ്റി. 1976 പുനർനാമകരണം. പരമാവധി ശിക്ഷ 2 വർഷം വരെ തടവാണ്. അയിത്തം ആചരിച്ചാൽ നിങ്ങൾക്ക് 2 വർഷം വരെ തടവ് ലഭിക്കും. അനുച്ഛേദം 18 പദവി നിർത്തലാക്കൽ. എല്ലാ ടൈറ്റിലുകളും അവസാനിപ്പിച്ചു. അതായത് പദവി നാമങ്ങൾ നിർത്തലാക്കുന്നു. രാജാവ്, മഹാരാജാവ്, നോ, അങ്ങനത്തെ ഒന്നും ഇല്ലേ. നീ ഒഴിവാക്കപ്പെട്ടവ സൈനികവും അക്കാദമിക് ബഹുമതികളും. എന്നാൽ അക്കാദമികമായി നിങ്ങൾക്കൊരു ഡോക്ടർ എന്നുള്ള പദവിയോ സൈന്യത്തിൽ ക്യാപ്റ്റൻ എന്നുള്ള പദവിയോ ഒക്കെ കിട്ടിയാൽ അത് ഉപയോഗിക്കും. അപ്പം എല്ലാ ടൈറ്റിലുകളും പോയിക്കുന്നു കേട്ടോ. എല്ലാവരും ഓർക്കുക. തമ്പുരാനും അടിമയൊക്കെ പോയിരിക്കുന്നു. എല്ലാ ടൈറ്റിലുകളും നിരോധിച്ചിരിക്കുന്നു. രാജാവും മഹാരാജാവും ഒക്കെ പോയിരിക്കുന്നു. എല്ലാ പ്രത്യേക പദവികളും പദവി നിർത്തലാക്കൽ. അപ്പൊ അനുച്ഛേദം 18 പദവി നിർത്തലാക്കൽ. അനുച്ഛേദം 17 അയിത്തോച്ചാടനം. അനുച്ഛേദം 16 എന്താണ്? അവസര സമത്വം. 15 ഒന്ന് ഓർത്ത് നോക്കൂ. അനുച്ഛേദം 15 ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇങ്ങനെയാണ് ഓർത്തെടുക്കേണ്ടത്. ഇല്ലെങ്കിൽ നോക്കുക, നോട്ട് നോക്കുക. അതുകൊണ്ടാണ് നോട്ട് എഴുതി വെക്കാൻ പറയുന്നത്. പിന്നീട് നമ്മൾ തരുന്ന നോട്ട് വെച്ചിട്ട് നിങ്ങൾ കറക്റ്റ് ചെയ്യുക. അനുച്ഛേദം 15 എന്താ? നിയമപരമായ എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ് എന്നുള്ളതാണോ? അത് അനുച്ഛേദം 14 അപ്പൊ 15 എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 15. 16 നമ്മൾ പറഞ്ഞു. അനുച്ഛേദം 16 എന്താ? അയിത്തോച്ചാടനം. അതോ അവസര സമത്വമാണോ? കൺഫ്യൂഷൻ വന്നു. അവസര സമത്വം അനുച്ഛേദം 16 എന്നാൽ അനുച്ഛേദം 15, 15-ൽ 1 ഓർക്കണം, 15-ൽ 3 ഓർക്കണം, 15-ൽ 6 ഓർക്കണം. എന്താണത്? ഓർത്ത് നോക്കൂ. 15-ൽ 1, 3, 6 ഓർക്കേണ്ടതുണ്ട്. പിടികിട്ടുന്നുണ്ടോ? അതിൽ 15-ൽ 1 ഓർക്കണം, 3 ഓർക്കണം, 6 ഓർക്കണം അല്ലേ? 15-ൽ 1 എന്ന് പറയുന്നത് നമുക്കൊന്നുകൂടി ഉറപ്പിക്കണം. അവിടെ വളരെ പ്രധാനമാണ്, വിവേചന നിരോധനമാണ്. 15-ൽ 6 എന്ന് പറഞ്ഞാൽ പിന്നോക്കക്കാർക്ക് സാമ്പത്തികമായി പിന്നോക്കം നൽകുന്ന 10% സംവരണമാണ്. സാമ്പത്തിക സംവരണവുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ 14, 15, 16, 17 നിങ്ങൾ പഠിച്ചു. 18ാമത്തെ ആർട്ടിക്കിൾ ഇവിടെ പഠിച്ചു. പദവി നിർത്തലാക്കലാണ്, ടൈറ്റിലുകൾ നിർത്തലാക്കലാണ്. ഇനി അടുത്തത് ഏതാ? അടുത്തത് വരുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. വളരെ ഇമ്പോർട്ടൻ്റ്, ഏറ്റവും കൂടുതൽ. ബാക്കിയൊക്കെ ഇമ്പോർട്ടൻ്റ് തന്നെ. നിങ്ങൾ കണ്ടില്ലേ ചോദ്യങ്ങൾ വന്നത്? 19 മുതൽ 22 വരെ. ഇനി അനുച്ഛേദം 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ. 6 മൗലിക അവകാശങ്ങൾ. ഇതാ ഇനി കൂടാതെ വരുന്നു 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ. അവകാശങ്ങൾ കൂടാതെ ആ അവകാശത്തിൽ ഒന്നാണ് സ്വാതന്ത്ര്യം. അങ്ങനെയുള്ള 6 മൗലിക സ്വാതന്ത്ര്യങ്ങളുണ്ട്. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 19-ാം അനുച്ഛേദം. അനുച്ഛേദം 19-ൽ 1. അതിൽ 19-ൽ 1 തന്നെയാണ് 6 സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നത്. 19-ൽ 1A നന്നായിട്ട് നോക്കണം കേട്ടോ. 1A 19 6 സ്വാതന്ത്ര്യം. അതിൽ 19 1 6 സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നത്. അതിൽ 1-ൽ A ആണ് അഭിപ്രായ സ്വാതന്ത്ര്യം. നിങ്ങളുടെ അഭിപ്രായം പറയാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. 19-ൽ 1B സമാധാനപരമായി സമ്മേളിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ ആയുധങ്ങളില്ലാതെ സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം. അപ്പൊ A അഭിപ്രായം, B സംഘടന. ഇനി ആ സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. സമ്മേളിക്കാം, സംഘടിക്കാം. ഓക്കെ. A എന്ന് പറയുന്നത് അഭിപ്രായം, B എന്ന് പറയുന്നത് സമ്മേളിക്കാം,
സി എന്ന് പറയുന്നത് സംഘടനകൾ രൂപീകരിക്കാം. ഡി സഞ്ചരിക്കാം. ഇ എവിടെയാണ്? ഇന്ത്യയിൽ എവിടെയും താമസിക്കാം. ഇനി എഫ് ഇല്ല, ജി നോക്കിയാൽ മതി. മാന്യമായി ഏത് തൊഴിൽ ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തായിരിക്കും അവിടെ എഫ്? ആർക്കാ കമൻറ്റ് ചെയ്യാൻ പറ്റുക? ആ എഫ് എവിടെയാവും പോയിട്ടുണ്ടാവുക? ഓക്കെ, അപ്പോൾ എ ബി സി ഡി ഇ ജി ഓർക്കണേ. സിമ്പിളാണ് ഓർക്കാൻ. നിങ്ങൾക്കൊരു അഭിപ്രായമുണ്ട്. അഭിപ്രായം പറയാൻ വേണ്ടി നിങ്ങൾ കുറച്ച് ആൾക്കാരെ വിളിച്ചു, സമ്മേളിച്ചു. ബി സമ്മേളിച്ചു. സമ്മേളിച്ച് കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്കൊരു സംഘടന രൂപീകരിക്കണം തോന്നിയത്. അപ്പോൾ സി സംഘടന രൂപവൽക്കരിച്ചു. ആ സംഘടന രാജ്യം മുഴുവൻ വ്യാപിക്കുന്നതിന് വേണ്ടി നിങ്ങൾ സഞ്ചരിച്ചു. അപ്പം ഈ സഞ്ചരിച്ചു. ആ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് പലയിടത്തും താമസിക്കുന്നുണ്ട്. അപ്പം താമസിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? താമസിച്ചു. താമസിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു പ്രശ്നം വന്നത്? ആ കാശ് വേണം, സംഘടനയിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവിടുന്ന് തൊഴിൽ ചെയ്തിട്ടാണ് നിങ്ങൾ പോയത്. അപ്പോൾ തൊഴിൽ ചെയ്തു. യെസ്, എല്ലാതും ആയില്ലേ? എ നിങ്ങൾക്കൊരു അഭിപ്രായമുണ്ട്. ബി നിങ്ങളതിനെ ആളുകളെ വിളിച്ചു കൂട്ടി ഒരു സമ്മേളനം കൂട്ടി. സി അതിലൊരു സമ്മേളനം തീരുമാനിച്ചു, അല്ല ഒരു സംഘടന ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഡി ആ സംഘടനയ്ക്ക് വേണ്ടി നിങ്ങൾ രാജ്യം മുഴുവൻ സഞ്ചരിക്കാൻ തീരുമാനിച്ചു. ഈ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ സ്ഥലത്തും താമസിക്കേണ്ടി വന്നു. ആ ദീർഘമായ യാത്രക്കിടയിൽ നിങ്ങൾക്ക് കാശ് വേണം, ജീവിത ചെലവിന്, വീട്ടിലേക്ക് അയച്ചു കൊടുക്കണം. അതിനുവേണ്ടി നിങ്ങൾ തൊഴിലെടുക്കാൻ തുടങ്ങി. എല്ലാ സ്വാതന്ത്ര്യവുമായി. യെസ്, ചരിത്രപരമായ മാറ്റം സ്വത്തവകാശം 19(1) എഫിലായിരുന്നു. അത് 44-ാം ഭേദഗതി വഴി ഒഴിവാക്കി. സ്വത്ത് അവകാശം ഉണ്ടായിരുന്നാണ് ഒഴിവാക്കിയത്. ഇപ്പോൾ 6 സ്വാതന്ത്ര്യങ്ങൾ മനസ്സിലായല്ലോ. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 19 പ്രകാരമുള്ള സ്വാതന്ത്ര്യങ്ങളിൽ പെടാത്തതേത്? ആവിഷ്കാര സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം. അത് വിദ്യാഭ്യാസ സ്വാതന്ത്ര്യമാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളിൽ ഉൾപ്പെടാത്തതേത്? സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സംഘടനാ സ്വാതന്ത്ര്യമുണ്ട്, സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്, സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അത് എഫ് ആണ്. അത് 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഒഴിവാക്കി. അനുച്ഛേദം 20 കുറ്റകൃത്യങ്ങൾക്കുള്ള സംരക്ഷണം. ഒരു കുറ്റത്തിന് കുറ്റവാളികൾക്കുള്ള സംരക്ഷണമാണ്. ഞാൻ എഴുതി കൊടുത്തത് തെറ്റാണ്. കുറ്റകൃത്യങ്ങൾക്ക് സംരക്ഷണം ഇല്ല കേട്ടോ. കുറ്റവാളികൾക്കുള്ള സംരക്ഷണം. ഒരു കുറ്റത്തിന് ഒന്നിലധികം പ്രാവശ്യം ഒരു വ്യക്തിയെ ശിക്ഷിക്കാൻ പാടില്ല. ഒരേ കുറ്റം തന്നെ പലതവണ ശിക്ഷിക്കാൻ പാടില്ല. ശിക്ഷ ഒന്നു പോരെ, അയാളെ നേരെയാക്കാനല്ലേ? നിങ്ങൾ നോക്കി ഒന്നിൽ കൂടുതലായിക്കൂടെ? അല്ലല്ലോ, അയാൾ നേരെയാവണ്ടേ? അതിന് നേരെയാവാൻ വേണ്ടിയിട്ടാണ് ശിക്ഷ കൊടുക്കുന്നത്. താഴെ പറയുന്നവയിൽ ഭരണഘടനയിലെ അനുച്ഛേദങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. അനുച്ഛേദം 20 ഒരു കുറ്റത്തിന് ഒന്നിലധികം പ്രാവശ്യം ഒരു വ്യക്തിയെ ശിക്ഷിക്കാൻ പാടില്ല എന്ന് അനുശാസിക്കുന്നു. ശരിയാണ്. അനുച്ഛേദം 14 നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം ഉറപ്പു നൽകുന്നു. എന്താ അനുച്ഛേദം 14? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. അനുച്ഛേദം 22 സർക്കാർ ഉദ്യോഗസ്ഥങ്ങളിൽ പൗരന്മാർക്ക് അവസര സമത്വം നൽകുന്നു. അനുച്ഛേദം 22 ആണോ സർക്കാർ ഉദ്യോഗങ്ങളിൽ അവസര സമത്വം? അവസര സമത്വവുമായി ബന്ധപ്പെട്ടത് ഏതാ? അവസര സമത്വവുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏതാണ്? അനുച്ഛേദം 15 ആണോ 16 ആണോ? 14 എന്താ ഓർക്കൂ? 14 നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത. 15 എന്താ? 15 അവസര സമത്വം. അപ്പൊ 16? അപ്പൊ 17? കൺഫ്യൂഷൻ വരുന്നുണ്ടോ? വീണ്ടും എടുത്ത് നോട്ട് നോക്കുക, ഇങ്ങനെ ഓർത്ത് നോക്കുക. അപ്പൊ നിങ്ങളുടെ ബ്ലാങ്ക് സ്പേസ് ഇങ്ങനെ ഫിൽ ചെയ്ത് വരും. ഇതൊരു ദിവസമല്ല, പല ദിവസങ്ങളിലായി ചെയ്യുക. ഒരു ദിവസം ഒന്ന് ചെയ്തു മാറ്റിവെക്കുക, ഇതൊരു കടലാസിൽ എഴുതിയിട്ട് അടുത്ത ദിവസം ചെയ്യുക. ഒരു 5-6 ദിവസം കാണുമ്പോൾ നിങ്ങൾ മാജിക്കായിട്ട് ഓർത്തിരിക്കും. ഓക്കെ. അനുച്ഛേദം 18 ജീവിക്കുന്നതിനുള്ള അവകാശം ഉറപ്പു നൽകുന്നു. ഇപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ്. അനുച്ഛേദം 20 മാത്രമാണ് ശരിയായ പ്രസ്താവന. നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനും എതിരെ സംരക്ഷണം നൽകുന്നത് അനുച്ഛേദം 14 അല്ല. അനുച്ഛേദം 14 മറ്റൊരു വകുപ്പാണ്. അതെന്താണ്? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ളതാണ്. അനുച്ഛേദം 22 അല്ല സർക്കാർ ഉദ്യോഗങ്ങളിൽ പൗരന്മാർക്ക് അവസര സമത്വം നൽകുന്നത്. അതേതാണ്? അത് അനുച്ഛേദം 15 ആണ്. അനുച്ഛേദം 18 നമുക്കറിയാം, ജീവിക്കുന്നതിനുള്ള അവകാശം ഉറപ്പു നൽകുന്നു. അല്ല, അനുച്ഛേദം 17 അയിത്തോച്ചാടനം. അനുച്ഛേദം 18 എന്തായിരുന്നു ഓർക്കൂ? എല്ലാ ടൈറ്റിലും അവസാനിപ്പിച്ചതാണ് അനുച്ഛേദം 18 അല്ലേ? അപ്പൊ അനുച്ഛേദം 19? അനുച്ഛേദം 19 വിവിധ സ്വാതന്ത്ര്യങ്ങൾ. അനുച്ഛേദം 20 ആണ് ഇപ്പൊ നമ്മൾ പിടിക്കുന്നത്. എന്താണ് അത്? ഒരു കുറ്റത്തിന് ഒറ്റ ശിക്ഷ, ഒന്നിലധികം പ്രാവശ്യം ശിക്ഷയില്ല. അനുച്ഛേദം 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും. ഓർക്കുക,
അനുച്ഛേദം 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും. അതായത് മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ഇത് എന്താണ്? അനുച്ഛേദം 21. എന്നാൽ മൗലികാവകാശങ്ങളിൽ പരമമായത് അനുച്ഛേദം 32. അനുച്ഛേദം 21 മൗലികാവകാശങ്ങളുടെ അടിത്തറയാണ്. നിയമത്തിന്റെ അനുമതിയോടെ അല്ലാതെ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും അപായം സംഭവിക്കാതിരിക്കാനുള്ള അവകാശം. നിയമത്തിന്റെ അനുമതി ഉണ്ടെങ്കിലേ നിങ്ങളുടെ ജീവനും അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തിനും അപായം ഉണ്ടാക്കാൻ പാടുള്ളൂ. നിയമത്തിന്റെ അനുമതിയോടെ അല്ലാതെ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും അപായം സംഭവിക്കാതിരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 21. ഭരണഘടനയിലെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്നത് 14, 19, 21 ചേർന്നതാണ്. 14 എന്ന് പറഞ്ഞാൽ നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത. 19 എന്ന് പറയുന്നത് 6 സ്വാതന്ത്ര്യങ്ങൾ. 21 എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവനും അതുപോലെ തന്നെ എന്തിനാണ് വളരെ പ്രധാനമാണ്? ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും ഏതാണ്? 21. ഈ 3 ഭരണഘടനയിലെ ത്രികോണങ്ങൾ എന്നറിയപ്പെടുന്നത്. ഭരണഘടനയിലെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്നത് അനുച്ഛേദം 14, 19, 21. അടിയന്തരാവസ്ഥയിൽ പോലും റദ്ദ് ചെയ്യാൻ കഴിയാത്ത അനുച്ഛേദങ്ങളാണ് അനുച്ഛേദം 20, 21. 20 എന്ന് പറഞ്ഞാൽ ഒരു കുറ്റത്തിന് 2 ശിക്ഷ നൽകാൻ പാടില്ല, ഒറ്റ ശിക്ഷ. ഇനിയോ അനുച്ഛേദം 21 എന്ന് പറയുന്നത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും. ഓക്കെ, അനുച്ഛേദം 21 പ്രധാന വിപുലീകരണങ്ങൾ, സുപ്രീം കോടതി പ്രസ്താവനകൾ. മാനുഷികമായി അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശമാണ് അവിടുത്തെ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ജീവിക്കാനുള്ള അവകാശം അതെങ്ങനെയാ? വെറുതെ ജീവിച്ചാൽ പോരാ, വ്യക്തിപരമായ അന്തസ്സോടുകൂടി ജീവിക്കണം. സ്വകാര്യതയ്ക്കുള്ള അവകാശം, സ്വകാര്യതയ്ക്ക് അവകാശം. നമ്മുടെ സ്വകാര്യതയിലേക്ക് ആരെങ്കിലും എറി നോക്കാൻ പാടില്ല. ഗവൺമെന്റ് ആകട്ടെ ഗവൺമെന്റ് നോക്കി വരാൻ പാടില്ല. നമ്മുടെ സ്വകാര്യത നമ്മുടെ സ്വകാര്യതയാണ്. താമസ സൗകര്യത്തിനുള്ള അവകാശം, ആരോഗ്യത്തിനുള്ള അവകാശം, വിദേശ സഞ്ചാരത്തിനുള്ള അവകാശം, അടിയന്തര വൈദ്യപരിചരണത്തിനുള്ള അവകാശം, ഇഷ്ടമുള്ളയാളെ വിവാഹം കഴിക്കുന്നതിനുള്ള അവകാശം. ഒക്കെ നിങ്ങൾക്ക് ഉണ്ട് കേട്ടോ. ഇഷ്ടമുള്ളയാളെ വിവാഹം കഴിക്കാം, അടിയന്തരമായ വൈദ്യപരിചരണം, വിദേശ സഞ്ചാരം, താമസ സൗകര്യം, ജീവിക്കാനുള്ള അവകാശം, സ്വകാര്യതയ്ക്കുള്ള അവകാശം. അപ്പോൾ മാനുഷികമായ അന്തസ്സോടെ സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾക്കൊള്ളുന്ന അനുച്ഛേദം 21. മൗലികാവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസ് KS പുട്ടസ്വാമി കേസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയാണ്. KS പുട്ടസ്വാമി കേസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിലാണ് സ്വകാര്യതയ്ക്കുള്ള അവകാശം പറഞ്ഞത്. അപ്പൊ പുട്ടും സ്വകാര്യതയും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? എന്താക്കി പറയൂ. അങ്ങനെ കണക്കൊക്കെ നോക്കിക്കോ. പുട്ട് സ്വകാര്യത എന്താണ്? പുട്ട് നമ്മൾ കഴിക്കുന്നത് രാവിലെയാണല്ലേ. രാവിലെ നമ്മുടെ ഡൈനിങ് ടേബിളിൽ നമ്മൾ പുട്ട് കഴിക്കുമ്പോൾ നമ്മുടെ അനുവാദമില്ലാതെ ഒരാൾ കയറി വരാൻ പാടില്ല. അങ്ങനെ ചില ആൾക്കാരുണ്ടാവില്ലേ, എങ്ങനെ അടി തുറന്നിട്ട് വരും. അത് രാവിലത്തെ തിരക്കിലാവും നിങ്ങളൊക്കെ, പലരും പല രീതിയിലാവും, അവിടെ ആകെ ചെതറി കിടക്കുന്നുണ്ടാവും, നിങ്ങൾ ഇഷ്ടപ്പെടില്ല. അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ പുട്ടസ്വാമി കേസ്, KS പുട്ടസ്വാമി കേസസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. എന്തിന്റെ ലഭ്യതയാണ് മൗലികാവകാശങ്ങളിൽ പെടുമെന്ന് 2020 ജനുവരിയിൽ കോടതി നിരീക്ഷിച്ചത്? ഇന്റർനെറ്റ് ലഭ്യത. അന്തസ്സോട് കൂടി ജീവിക്കണമെങ്കിൽ ഇന്റർനെറ്റ് ആവശ്യമാണ്. മര്യാദയ്ക്ക് ജീവിക്കണമെങ്കിൽ നമുക്കൊരു അവകാശമുണ്ട്. അത് ആർട്ടിക്കിൾ 21 പ്രകാരമാണ് നമുക്ക് കിട്ടുന്നത്. അനുച്ഛേദം 22 അറസ്റ്റും തടങ്കലുമാണ്. 20 ഒരു കുറ്റത്തിന് 1 ശിക്ഷ, 21 വ്യക്തി സ്വാതന്ത്ര്യം ജീവൻ, 22 അറസ്റ്റും തടങ്കലും. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് അറസ്റ്റിന്റെ കാരണം അറിയാനുള്ള അവകാശമുണ്ട്, അല്ലാതെ വെറുതെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇഷ്ടമുള്ള അഭിഭാഷകനുമായി ആലോചിക്കാനുള്ള അവകാശമുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ അയാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. അപ്പൊ കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 22. കരുതൽ തടങ്കൽ എന്താണ്? കുറ്റം ചെയ്യുന്നതിന് മുൻപായി കുറ്റം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ യാതൊരു ക്രമങ്ങളൊന്നും കൂടാതെ വ്യക്തികളെ അറസ്റ്റ് ചെയ്യാനുള്ള അവകാശം. കരുതൽ തടങ്കലിൽ ഇരിക്കുന്ന വ്യക്തിയുടെ അറസ്റ്റ് എത്ര ദിവസം അഥവാ മാസം പരമാവധി നീട്ടിക്കൊണ്ടുപോകാവുന്നതാണ്. കരുതൽ തടങ്ക് 3 മാസം വരെയാണ്. ആർട്ടിക്കിൾ 22 കരുതൽ തടങ്കൽ ചരിത്രം. ബിൽ അവതരിപ്പിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷണം എന്ന് പറയുന്ന ആ ശില്പി തന്നെയാണ് ഇത് അവതരിപ്പിച്ചത്. രാഷ്ട്രപതി ഒപ്പുവെച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. നിലവിൽ വന്നത് 1950 ഫെബ്രുവരി 26 ആദ്യമായി കരുതൽ തടങ്കലിൽ അറസ്റ്റിലായത് മലയാളിയാണ് AK ഗോപാലൻ. അന്ന് പ്രതിപക്ഷ നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അയാൾ. ആദ്യം കരുതൽ തടങ്കലിന് വിധേയനായത് AK ഗോപാലൻ.
ഏതാണ്? 1950 ഫെബ്രുവരി 26. ജനുവരി 26 നമുക്ക് റിപ്പബ്ലിക് ഡേ, ഫെബ്രുവരി 26 തന്നെ അത് നിലവിൽ വന്നു. പ്രധാന വസ്തുതകൾ: വിചാരണ കൂടാതെ പരമാവധി തടങ്കൽ 3 മാസം. 3 മാസത്തിന് ശേഷം ഉപദേശക സമിതിക്ക് മുൻപാകെ പുനഃപരിശോധന നൽകണം. താഴെ പറയുന്നവയിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലികാവകാശവുമായി ബന്ധപ്പെട്ട ആശയമേത്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനുള്ള അവകാശം. ഇത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ പെടുമോ എന്നാണ് ചോദ്യം. ഇല്ല, നമ്മൾ തിരുത്താൻ പോകുന്നുണ്ട്. എന്നാൽ അവർക്കത് ചെയ്യാൻ പറ്റുമോ? പറ്റും. പക്ഷെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ ഇല്ല. സ്വതന്ത്രമായി ഏത് മതത്തിലും വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം. ഇതിലേതാ? ബന്ധപ്പെട്ട ആശയമാണ്. അതുമല്ല, അത് മതസ്വാതന്ത്ര്യത്തിൽപ്പെട്ടതാ. അത് ആദ്യത്തെ 6 ആശയങ്ങളിൽ പെട്ടതല്ല. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ, അത് നിങ്ങൾക്കറിയാം, ആർട്ടിക്കിൾ 15 ബന്ധപ്പെട്ടതാണ് അവസര സമത്വം, അല്ലേ? ആർട്ടിക്കിൾ 19 സ്വാതന്ത്ര്യം. അന്യായമായ അറസ്റ്റിനും തടങ്കലിനുമെതിരായ സംരക്ഷണം. ഇതാണ് എന്തിൽ പെടുന്നത്? സ്വാതന്ത്ര്യത്തിൽ പെടുന്നത്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നുള്ളതിൽ പെടുന്നത്. ഓക്കെ, ഓർക്കുക. നിയമവാഴ്ച: നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. ഒരു വ്യക്തിയും നിയമത്തിന് അതീതരല്ല. കടമെടുത്ത രാജ്യം ബ്രിട്ടൻ, ജനകീയമാക്കിയത് AV ഡൈസി. നിയമവാഴ്ച എന്നാൽ എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരല്ല, എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവർക്കും ബാധ്യതയില്ല. നിയമം ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് ബാധകം. എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. ഇനി ജുഡീഷ്യൽ റിവ്യൂ എന്താണ്? പാർലമെന്റ് നിർമ്മിക്കുന്ന നിയമങ്ങൾ ഭരണഘടനാനുസൃതമാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള കോടതിയുടെ അവകാശത്തെയാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ പാർലമെന്റ് നിർമ്മിക്കുന്ന നിയമങ്ങൾ ഭരണഘടനാനുസൃതമാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള കോടതിയുടെ അധികാരമാണ്. അത് കടമെടുത്ത രാജ്യം അമേരിക്കയാണ്. ജുഡീഷ്യൽ റിവ്യൂ ആമുഖം, ജുഡീഷ്യൽ റിവ്യൂ ആയി, ആമുഖമായി, മൗലികാവകാശങ്ങളായി. ഇനി ഒന്നും കൂടി ഉണ്ട്. അതെന്താണ്? നിയമപരിരക്ഷ. എല്ലാവർക്കും നിയമപരിരക്ഷ, പ്രൊട്ടക്ഷൻ ഓഫ് ലോ. എന്നാൽ ഇക്വാലിറ്റി ബിഫോർ ലോ ബ്രിട്ടനാണ്. ഓക്കെ, അപ്പൊ കടമെടുത്ത രാജ്യം അമേരിക്കയാണ്. ഭരണഘടനയിലെ സ്ഥാനം അനുച്ഛേദം 13 അനുച്ഛേദം 13 ഇത് പ്രതിപാദിക്കുന്നത്. 12, 13 നമ്മൾ പറഞ്ഞിരുന്നില്ല, 14 തുടങ്ങിയത്. ഇപ്പൊ 13 എന്താന്ന് കിട്ടിയില്ലേ? അനുച്ഛേദം 13 പ്രധാന കുറിപ്പ്: ഭരണഘടനയിൽ ഒരിടത്തും ജുഡീഷ്യൽ റിവ്യൂ എന്ന് പദം പരാമർശിക്കപ്പെട്ടിട്ടില്ല. പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് ഭരണഘടന അനുസരിച്ചുള്ളതാണോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനമാണ് ജുഡീഷ്യൽ റിവ്യൂ. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളോ സംസ്ഥാന നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമങ്ങളോ ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ അവ റദ്ദാക്കാനുള്ള കോടതിയുടെ അധികാരമാണ് അറിയപ്പെടുന്നത് ജുഡീഷ്യൽ റിവ്യൂ. പുനരവലോകന അധികാരം ജുഡീഷ്യൽ റിവ്യൂ എന്നറിയപ്പെടുന്നത്. ജുഡീഷ്യൽ റിവ്യൂ പാർലമെന്റ് നിർമ്മിക്കുന്ന നിയമങ്ങൾ ഭരണഘടനാനുസൃതമാണോ എന്ന് തീരുമാനിക്കാനുള്ള കോടതിയുടെ അധികാരമാണ്. കാരണം ഭരണഘടനയാണ് പരമമായ നിയമം. ആ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ ലംഘിച്ചുകൊണ്ട് ആർക്കും ഭരണഘടനാ ഭേദഗതി പോലും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനനുസരിച്ചായിരിക്കണം എല്ലാ നിയമങ്ങളും. ഈ അധികാരം സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കുമുണ്ട്. ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങൾ റദ്ദാക്കാനുള്ള അധികാരം. മറ്റൊന്നാണ് വോട്ട് ഓൺ അക്കൗണ്ട്. ഓർക്കണം, അനുച്ഛേദം 116 പ്രതിപാദിക്കുന്നത് തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നത് വരെയുള്ള ചെലവുകൾക്കായി കൺസോളിഡേറ്റ് ഫണ്ടിൽ നിന്നും പണം സ്വരൂപിക്കുന്നതിനായി നിലവിലുള്ള സർക്കാർ പാർലമെന്റിൽ നിന്നും വോട്ട് നേടുന്ന പ്രക്രിയ. ഒരു സർക്കാരിൻ്റെ കാലാവധി കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നത് വരെ അനുച്ഛേദം 116 പറയുന്നത് എന്താണ്? തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയാകുന്നത് വരെ ചെലവുകൾക്കായി കൺസോളിഡേറ്റ് ഫണ്ടിൽ നിന്നും പണം സ്വരൂപിക്കുന്നതിനായി നിലവിലുള്ള സർക്കാർ പാർലമെന്റിൽ നിന്നും വോട്ട് നേടുന്ന പ്രക്രിയയാണ് വോട്ട് ഓൺ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഭരണഘടനയുടെ ഈ ക്ലാസ്സിൻ്റെ 2ാമത്തെ ഭാഗത്തിൽ കുറെ കൂടി വിശദാംശങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.